മലർവാടിയിലെ പ്രകാശനും കൂട്ടരും ഗോവയിലേക്കുള്ള യാത്രക്കായി വണ്ടിക്കരികിലേക്ക് നടക്കുന്നു. അതിനിടെ നിവിൻ പോളിയുടെ നോട്ടം മറ്റൊരിടത്തേക്ക് തിരിയുന്നു. താനും തൻ്റെ കൂട്ടുകാരും എന്നും സ്നേഹത്തോടെ ബഹുമാനത്തോടെ കണ്ട കുമാരേട്ടൻ്റെ ഓർമ്മകളിലേക്കായിരുന്നു പ്രകാശൻ്റെ ആ തിരിഞ്ഞുനോട്ടം. പഴയതുപോലെ നിങ്ങൾ 5 പേരെയും എനിക്ക് ഒരുമിച്ച് കാണണമെന്ന് ആ വാതിൽക്കൽ നിന്ന് കുമാരേട്ടൻ തന്നോട് പറയുന്നതായി ഓർക്കുന്നിടത്ത് നിവിൻ്റെ മുഖത്ത് വിരിയുന്ന ഒരു പുഞ്ചിരിയുണ്ട്. മലയാളി പ്രേക്ഷകർക്ക് ലഭിച്ചിട്ടുള്ള ഫീൽ ഗുഡ് ക്ലൈമാക്സുകളിൽ എന്നും ഓർത്തുവെക്കാൻ പാകത്തിനുള്ള ഒന്നായി ആ ചിരി മാറി. നായകനായി നിവിനെയും സുഹൃത്തുക്കളായി അജു വർഗീസ്, ഭഗത് തുടങ്ങിയ പുതുമുഖങ്ങളെയും 15 വർഷങ്ങൾക്ക് മുൻപ് മലർവാടി ആർട്സ് ക്ലബ് മലയാളത്തിന് നൽകി. ആ മലർവാടി കൂട്ടത്തെ സമ്മാനിച്ചതും ഒരു പുതുമുഖ സംവിധായകനായിരുന്നു, വിനീത് ശ്രീനിവാസൻ. മലർവാടിയിലെ സുഹൃത്തുക്കളുടെ കഥ പറഞ്ഞ് 2 വർഷങ്ങൾക്കിപ്പുറം ഒരു മഴക്കാലത്ത് വിനീത് വീണ്ടും എത്തി. ആ സിനിമയിലും സുഹൃത്ത് ബന്ധത്തിന് വലിയ പ്രാധാന്യമുണ്ടെങ്കിലും സിനിമ സംസാരിച്ചത് പ്രണയത്തെക്കുറിച്ചാണ്. വിനോദും ഐഷിയും തമ്മിലുള്ള ഒരു നായർച്ചക്കനും ഉമ്മച്ചിക്കുട്ടിയും തമ്മിലുള്ള പ്രണയം. ഓളെ തട്ടമിട്ട് വന്നാൽ എൻ്റെ സാറേ പിന്നെ ചുറ്റുമുള്ളൊന്നും കാണാൻ പറ്റൂല എന്ന് വിനോദ് പറഞ്ഞപ്പോൾ കേരളക്കര അത് ഏറ്റുപറഞ്ഞു. പ്രണയത്തിനും ഇഷ്ടപ്പെട്ട പ്രണയത്തെ നേടിയെടുക്കാനുള്ള പോരാട്ടത്തിനും പുതിയൊരു മാനമാണ് അന്ന് വിനീത് സൃഷ്ടിച്ചത്. സിനിമയിലെ ഓരോ ഡയലോഗും സോഷ്യൽ മീഡിയ അത്ര സജീവമല്ലാത്ത 2012 സൃഷ്ടിച്ച തരംഗം വലുതായിരുന്നു. കേരളത്തിലെ ആൺപിള്ളേർക്ക് എന്തിനാണ് 6 പാക്ക് എന്ന് വിനോദ് പറഞ്ഞപ്പോൾ അതിനെ കൂട്ടുപിടിച്ചവരും, മുൻപ് പലതവണ പ്രേമിച്ചിട്ടുണ്ടെങ്കിലും പെണ്ണൊരു അത്ഭുതമായി തോന്നിയത് ആദ്യമായിട്ടാണെന്ന ഡയലോഗ് സ്വന്തം ജീവിതത്തിൽ പ്രയോഗിച്ചവരും ഏറെയാണ്. വിനോദും ഐഷിയും മാത്രമല്ല, അബ്ദുവും SI പ്രേംകുമാറും മജീദും ഹംസയും എല്ലാം പ്രേക്ഷക നെഞ്ചിൽ സ്ഥാനം പിടിച്ചു പറ്റിയ കഥാപാത്രങ്ങളായി. ഇതിനുമെല്ലാം അപ്പുറം തട്ടത്തിലെ ഓരോ പാട്ടുകളും നൽകുന്ന, അവ നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്ന ഒരു മായാലോകമുണ്ട്. ഷാൻ റഹ്മാനും വിനീതും നമുക്ക് സമ്മാനിച്ച മാന്ത്രിക ലോകം. തട്ടത്തിലെ പാട്ടുകളെല്ലാം ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചവയാണ്. ഇന്നും പലരുടെയും പ്ലേലിസ്റ്റിലെ നിർണായക ഘടകം കൂടിയാണ് അവയെല്ലാം. വർഷം ഇത്ര കഴിഞ്ഞിട്ടും തട്ടത്തിന് മറയത്ത് നൽകുന്ന നൊസ്റ്റാൾജിക് ഫീലുണ്ട്. അത് മാഞ്ഞു പോകാതെ തുടരുന്നത് നിവിൻ്റെ പീക്ക് പെർഫോമൻസിനോടൊപ്പം വിനീത് ശ്രീനിവാസൻ എന്ന മൈസ്ട്രോയുടെ മാജിക്കൽ മേക്കിംഗ് കൊണ്ടുകൂടിയാണ്. റൊമാൻറ്റിക് സിനിമകൾ ചെയ്യുന്നതിലെ വിനീത് ശ്രീനിവാസന്റെ വൈദഗ്ധ്യം അന്ന് മലയാളി തിരിച്ചറിഞ്ഞതാണ്. 10 വർഷങ്ങൾക്കിപ്പുറമാണ് എന്നാൽ വിനീത് ഒരു റൊമാൻറ്റിക് സിനിമയായി വീണ്ടും എത്തിയത്. പ്രണവിനെയും കല്യാണിയെയും ദർശനെയും എല്ലാം അണിനിരത്തിയെത്തിയ ഹൃദയം. ചിത്രം സൂപ്പർ ഹിറ്റായി മാറി, സോങ്ങുകളെല്ലാം ചാർട്ട് ബസ്റ്ററുകളായി. പക്ഷേ അപ്പോഴും തട്ടത്തിൻ്റെ മുകളിൽ ഹൃദയത്തെ പ്ലേസ് ചെയ്യാൻ പലർക്കും ആകില്ല. അതുതന്നെയാണ് ആ സിനിമയെ വേറിട്ട് നിർത്തുന്നത്. തട്ടത്തിനും ഹൃദയത്തിനും ഇടയിലുള്ള 10 വർഷക്കാലത്ത് വിനീത് സംവിധായക കുപ്പായമണിഞ്ഞത് വെറും 2 തവണ മാത്രമാണ്. തിരയും ജേക്കബിന്റെ സ്വർഗരാജ്യവുമായിരുന്നു ആ ചിത്രങ്ങൾ. വിനീതിന്റെ കരിയറിലെ കൊമേഴ്ഷ്യലി ഫ്ലോപ്പ് എന്ന് പറയാവുന്ന ഒരേയൊരു സിനിമയാണ് തിര. പക്ഷേ വിനീത് ഫിലിമോഗ്രാഫിയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കൾട്ട് ഫാൻ ബേസ് ഉണ്ടാവുക തിരയ്ക്കായിരിക്കും. തന്റെ സംരക്ഷണത്തിൽ കഴിയുന്ന പെൺകുട്ടികളെ കാണാതായപ്പോൾ അവരെ തേടിയിറങ്ങുന്ന രോഹിണി പ്രതാപ് എന്ന ഡോക്ടർ, തനിക്കറിയാത്തൊരു നാട്ടിൽ തൻ്റെ കൺമുന്നിൽ വെച്ച് സ്വന്തം അനിയത്തിയെ നഷ്ടപ്പെടുമ്പോൾ അവളെ കണ്ടെത്താൻ പോലീസ് സഹായം ലഭിക്കാതിരിക്കുമ്പോൾ നിസ്സഹായനായി ആ ഉദ്യമം സ്വയം ഏറ്റെടുക്കുന്ന നവീൻ. ഇരുവരും ഒരു പോയിന്റിൽ കണ്ടുമുട്ടുന്നു. നഷ്ടപ്പെട്ടവരെ കണ്ടെത്താനായി ഒരുമിച്ച് യാത്ര തുടങ്ങുന്നു. പ്രണയത്തിനും സൗഹൃദത്തിനുമെല്ലാം ബൈ പറഞ്ഞ് വിനീത് ട്രാക്ക് മാറ്റിയപ്പോൾ മോളിവുഡിൽ പിറവിയെടുത്തത് അന്നേവരെ കണ്ടുശീലിച്ചിട്ടില്ലാത്ത ഒരു ത്രില്ലിംഗ് റൈഡായിരുന്നു. ധ്യാൻ ശ്രീനിവാസനെ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയ സിനിമ കൂടിയായി തിര മാറി. നവീൻ എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. പറയത്തക്ക ആക്ഷനില്ല, മാസ് മൊമെന്റുകളില്ല. വിനീത് ശ്രീനിവാസന്റെ സിനിമയ്ക്ക് ഇതൊന്നുമില്ലാതെ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ സാധിച്ചു. അവസാന ഷോട്ടിൽ അമർ എന്ന രോഹിണി പ്രതാപിന്റെ ചോദ്യത്തിൽ സിനിമ അവസാനിക്കുമ്പോൾ 2ാം ഭാഗത്തിന്റെ പ്രതീക്ഷയാണ് തിര സമ്മാനിച്ചത്. ഇന്നും ഓരോ ഇന്റർവ്യൂകളിലും പ്രസ് മീറ്റുകളിലുമെല്ലാം വിനീതും ധ്യാനും നിരന്തരം നേരിടുന്ന ചോദ്യമാണ് എന്ന് വരും തിര 2 എന്നത്. അത്ര കണ്ട് പണം വാരിയില്ലെങ്കിലും പ്രേക്ഷക മനസ്സിൽ തിരക്കുള്ള ഇടം കൂടിയാണ് ആ ചോദ്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. 12 വർഷങ്ങൾക്കിപ്പുറം അയാൾ വീണ്ടും ത്രില്ലർ യോണറിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ്. മലർവാടിയുടെ 15ാം വാർഷിക ദിനത്തിലാണ് വിനീത് സംവിധാനം ചെയ്യുന്ന 7ാം സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കുന്നത്. ഈ സിനിമ എൻ്റെ പതിവ് രീതികളിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന ഒരു സിനിമയായിരിക്കും. യോണർ ത്രില്ലറാണ്. ഇത്രയും പറഞ്ഞുള്ള ഫേസ്ബുക്ക് കുറിപ്പിന് ശേഷം അന്ന് വൈകുന്നേരം വിനീത് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വെളിപ്പെടുത്തി. കാര്യം നായകൻ നോബിൾ തോമസ്. ഹെലൻ ഫിലിപ്സ് എന്നീ സിനിമകളിലൂടെ അഭിനയ രംഗത്ത് ചുവടുറപ്പിച്ച നോബിൾ ജേക്കബിന്റെ സ്വർഗരാജ്യത്തിൻ്റെയും വിനീത് നായകനായ അരവിന്ദന്റെ അതിഥികളുടെയും നിർമ്മാതാവ് കൂടിയാണ്. കരത്തിന്റെ കഥയും അദ്ദേഹത്തിൻ്റെത് തന്നെ. സെപ്റ്റംബർ 25-ന് പുറത്തിറങ്ങുന്ന സിനിമ നിലവിൽ ചിത്രീകരണം പൂർത്തിയാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിലാണ്. ചിത്രത്തിന്റെ ട്രെയിലർ അടുത്ത മാസം പുറത്തിറക്കുമെന്ന് വിനീത് അറിയിച്ചിട്ടുണ്ട്. പ്രണവ് മോഹൻലാലും ധ്യാൻ ശ്രീനിവാസനും കേന്ദ്ര കഥാപാത്രങ്ങളായെത്തിയ വർഷങ്ങൾക്ക് ശേഷമാണ് വിനീത് അവസാനമായി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ സിനിമ. കൊമേഴ്ഷ്യലി ഹിറ്റായി മാറിയ സിനിമ OTT റിലീസിന് ശേഷം ഏറെ ട്രോളുകൾ ഏറ്റുവാങ്ങിയിരുന്നു. അതിൽ നിന്നൊരു ട്രാക്ക് ചേഞ്ചാണ് കരത്തിലൂടെ വിനീത് നടത്തുന്നത്. ചെന്നൈ പാസമെന്നും ക്രിഞ്ചെന്നും കളിയാക്കി പറയുന്നവർക്കുള്ള ഒരു തിരിച്ചടി കൂടിയായി കരത്തിന്റെ അനൗൺസ്മെന്റ് മാറി. തിര തന്നെയാണ് അതിന് കരുത്ത് പകരുന്ന ഫാക്ടർ. ഓർത്തിരിക്കാൻ ഒരുപാട് കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും സമ്മാനിച്ച സംവിധായകൻ ചേഞ്ചുമായെത്തുമ്പോൾ അവ സമ്മാനിക്കുന്ന പുത്തൻ ഓർമ്മകൾ എന്താകുമെന്ന് കാത്തിരുന്നു കാണാം.